ഇപ്പോൾ നമ്മുടെ ആനി ബാബു സാന്ത്വനം ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ ഡയറക്ടറാണ്. അപ്പോൾ സാന്ത്വന കരങ്ങൾ ഈ പാവപ്പെട്ട പെൺകുട്ടിക്ക് ഉണ്ടായി. ഒപ്പം തന്നെ ഈ തീക്കോയിൽ പഞ്ചായത്ത് മെമ്പർ പരീക്കൊച്ച് എന്നിവരാണ് നമ്മോടൊപ്പം ചേരുന്നത്. തത്സമയം ചേരുന്നുണ്ട് രണ്ടുപേരും. ആനി ബാബു, സ്വാഗതം. കേൾക്കാമെങ്കിൽ എങ്ങനെയാണ് ഈ ഒരു ഇങ്ങനെ വലിയൊരു ഗൂഢസംഘത്തെ പുറത്തേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞത്? ഇതിൽ ഇരയാകേണ്ടിയിരുന്ന ആ പെൺകുട്ടി എങ്ങനെയാണ് കാര്യങ്ങൾ താങ്കളോട് ആനിബാബുവിനോട് തുറന്ന് പറയുന്നത്? ആനിബാബുവിൻ്റെ സാന്ത്വനം ചാരിറ്റബിൾ ട്രസ്റ്റിലേക്ക് എങ്ങനെയാണ് എത്തപ്പെട്ടത്? ആ പെൺകുട്ടി എത്തപ്പെട്ടത് പേട്ട പോലീസ് വഴിയാണ്. കേൾക്കാവോ? കേൾക്കാം പറഞ്ഞോളൂ. ഈരാറ്റുപേട്ട പോലീസ് വഴിയാണ് സാന്ത്വനത്തിൽ കൊണ്ടുവന്ന് വിട്ടത്. അപ്പം ഞാനൊരു പെൺകുട്ടി ഗർഭിണിയായിട്ട് 7 മാസം ഗർഭിണിയായിട്ടുള്ള ഒരു പെൺകുട്ടി വഴിയിൽ നിന്ന് കരയുന്നു, കൊണ്ടുവരട്ടെ എന്ന് എന്നോട് ചോദിച്ചു. ഈരാറ്റുപേട്ട പോലീസ് സ്റ്റേഷനിൽ നിന്നും. അപ്പൊ മാനസിക രോഗി എല്ലാണോ എന്ന് ഞാൻ ചോദിച്ചു. അങ്ങനെ അല്ലെങ്കിൽ കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ പോലീസുകാരാണ് കൊണ്ടുവന്നത്. അപ്പൊ കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോ എനിക്ക് തോന്നുന്നു ആ പെൺകുട്ടി പോലീസിനോട് പറഞ്ഞത് അവർക്ക് മനസ്സിലായില്ല. അവള് ഹിന്ദിയിലാണ് പറഞ്ഞത്. അപ്പൊ അത് അവർക്ക് മനസ്സിലായില്ല. അപ്പൊ ഇവിടെ വന്നു കഴിഞ്ഞാൽ പോലീസുകാരിരിക്കെ തന്നെയാണ് അവളോട് സംസാരിച്ചത്. അപ്പൊ സംസാരിച്ചപ്പോ ഇങ്ങനെ പറഞ്ഞു, ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇങ്ങനെ ഈ നിലവിൽ വന്ന കാര്യങ്ങളെല്ലാം അതായത് ഇവരിവിടെ ഒരു ഷെൽട്ടർ വേണമായിരുന്നു. ഭർത്താവ് ഇവളുടെ 2ാമത്തെ പ്രസവം ഉടനെ ഗർഭിണി ആയതുകൊണ്ട് അവർക്ക് നാണക്കേടാണ്. അതുമല്ല അവർക്ക് അവരെ സംരക്ഷിക്കാനുള്ള സാമ്പത്തിക നില ഇല്ല. അതുകൊണ്ട് 2ാമത്തെ കുട്ടിയെ അബോർട്ട് ചെയ്യണം എന്നവർ നിർബന്ധം പിടിച്ചു. കാരണം ഒരു 3 മാസം കഴിഞ്ഞാണ് അവൾ ഗർഭിണിയാണെന്നുള്ള വിവരം അറിയുന്നത്. അപ്പൊ അതിന് നിർബന്ധം പിടിച്ചപ്പോൾ അവർക്ക് അതിന് സമ്മതമല്ലായിരുന്നു. അത് ഇവര് പിന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അതിന് സമ്മതിക്കാത്ത സാഹചര്യത്തിൽ ഇവിടുന്ന് പോകണമെന്ന് അവർ പറഞ്ഞു. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് അവൾ അവിടുന്ന് പുറത്തിറങ്ങി അവളുടെ കൂട്ടുകാരുടെ വീട്ടിലായിരുന്നു 1 മാസം. ആസാമിൽ തന്നെയുള്ള ഒരു കൂട്ടുകാരുടെ വീട്ടിലേക്ക് തിരിച്ചുപോയി. പക്ഷെ അവിടെ അവർക്ക് അത് ഭാരമാണെന്ന് അവൾക്ക് തോന്നി. അവൾ എന്നോട് പറഞ്ഞു, അന്നേരം ഒന്നും എനിക്ക് പ്രതികരിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമായിരുന്നു. ഞാൻ വളരെ ഡിപ്രഷൻ മൂഡിലായിരുന്നു. കാരണം ഇവളുടെ അപ്പനും അമ്മയും മരിച്ചു പോയിട്ടുള്ളതാണ്. അവൾക്ക് മറ്റാരുമില്ല. പിന്നെ ആങ്ങളായിട്ട് യാതൊരു ബന്ധവുമില്ല. അങ്ങനെ ഒരു സാഹചര്യമായിരുന്നു. പിന്നീട് അവളുടെ 1 മാസം താമസിച്ച് കഴിഞ്ഞിട്ട് പിന്നെ അവളുടെ ഡൽഹിയിലുള്ള വീട്ടിലേക്ക്, അതായത് അവളുടെ അപ്പൻ ഡിഫൻസിലായിരുന്നു. അപ്പൻ്റെ കൂടെ ജോലി ചെയ്തിരുന്ന ഡിഫൻസിൽ തന്നെയുള്ള ഒരു വ്യക്തിയുടെ മകളുടെ വീട്ടിലേക്കാണ് പിന്നീട് ഡൽഹിയിൽ അങ്ങനെ കുറച്ച് നാൾ താമസിച്ചു. അവരോട് അവളുടെ പ്രശ്നങ്ങളൊന്നും പറഞ്ഞില്ല. പക്ഷെ അവിടെ നിന്നുകൊണ്ട് അവിടെ NGOs ഒക്കെ തപ്പി പലർക്കും മെസ്സേജ് അയച്ചു. അങ്ങനെ മെസ്സേജ് അയച്ചു കൊടുത്തിൽ അവരെ വിളിച്ചതാണ് ഇവര് വിളിച്ചിട്ട് ഇങ്ങനെ ഷെൽട്ടറാണ് അവൾ ആവശ്യപ്പെട്ടത്. അപ്പൊ ഇവര് ഷെൽട്ടർ തരാമെന്ന് പറഞ്ഞു. അവസാനം ബേബിയെ തരുന്ന കാര്യം അവർ സൂചിപ്പിച്ചെന്ന് പറഞ്ഞു. അന്നേരം ഇവള് വിചാരിച്ചു, എനിക്കൊരു ഷെൽട്ടർ അല്ല ആവശ്യം, പ്രസവിച്ച് കഴിയുമ്പോൾ എൻ്റെ കൊച്ചിനെ കൊണ്ട് പോരാമെന്ന് ഞാൻ കരുതി എന്ന് വിചാരിച്ചു. അങ്ങനെ അവര് ടിക്കറ്റ് അയച്ചു കൊടുത്തു, പൈസ അയച്ചു കൊടുത്തു. അങ്ങനെ അവള് ട്രെയിനിൽ വന്നത്. കോട്ടയത്ത് വന്ന് ഇറങ്ങി KSRTC ബസ്സാണ് സൗജന്യമായിട്ട് തന്നെ അവള് ഈരാറ്റുപേട്ട വന്ന് ഇറങ്ങി. ഈരാറ്റുപേട്ടയിൽ നിന്നാണ് അവര് ഓട്ടോറിക്ഷയിൽ അവര് കൊണ്ടുപോയത്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ ഈ പെൺകുട്ടി എല്ലാം തുറന്നു പറയുന്ന മാനസികാവസ്ഥയിലാണെങ്കിൽ ഈ കേന്ദ്രത്തിലേക്ക് ചെല്ലപ്പെടുമ്പോൾ, കാരണം ഇതൊരു നിഗൂഢമായിട്ടുള്ളൊരു സ്ഥലത്താണല്ലോ ഈ കേന്ദ്രമൊക്കെ പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഒരുപാട് പേര്, ആനിബാബു മനസ്സിലാക്കുന്ന കാര്യങ്ങൾ പ്രകാരമാണെങ്കിൽ ഒരുപാട് പേരെ ഇങ്ങനെ ചതിക്കുഴിയിൽ വീഴ്ത്തിയെന്നാണോ തോന്നുന്നത്? ഉണ്ട്. ഇവള് പറയുന്ന അവിടെ കുറച്ച് ഫയലുണ്ടായിരുന്നു, പല തരത്തിലുള്ള ഫയലുകൾ ഉണ്ടായിരുന്നു. അതിൽ പലരുടെയും പല സ്ത്രീകളുടെ, അവൾ പല പ്രാവശ്യം പറഞ്ഞു, പല സ്ത്രീകളുടെ ഫോട്ടോ ഉണ്ട്, അവരുടെ കൂടെ കുട്ടികളുടെ ഫോട്ടോ ഒക്കെ ഉണ്ട്. അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് എല്ലാം അവൾക്ക് മലയാളത്തിൽ എഴുതിയിട്ട് നമുക്കറിയില്ല. പക്ഷെ അങ്ങനെ ഫയൽ എടുത്താൽ അതിനകത്ത് എല്ലാം അറിയാൻ പറ്റുമെന്നൊക്കെ അവൾ ആദ്യം തന്നെ പറഞ്ഞിരുന്നു. പക്ഷെ അതിന്റെ ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടി അവൾ അതിനകത്ത് ഫയലിൽ നിന്നുള്ള ഫോട്ടോ എടുക്കാൻ പോലും അവർക്ക് സാധിച്ചില്ല. അവരുടെ മൊബൈൽ മേടിച്ചു വെച്ചെന്ന് പറഞ്ഞു. അവിടെ ആരുടെയും ഫോട്ടോ എടുക്കാനോ അവിടുത്തെ ഒന്നും ഫോട്ടോ എടുക്കാനോ പെർമിഷൻ ഇല്ല. അങ്ങനെ അവരത് മേടിച്ചു വെച്ചു. അപ്പോ പിന്നെ അവിടെ 2 സ്ത്രീകൾ ഉണ്ടായിരുന്നു അവിടെ. അപ്പൊ ആനിബാബു, ഇനി അങ്ങനെ ഉണ്ടെങ്കിൽ ഇത് ഒരുപാട് വിൽപ്പന ഇവർ നടത്തിയിട്ടുണ്ടായിരിക്കാം. കാരണം ഇതിന്റെ ഈ ആവശ്യക്കാർ, നമുക്ക് അറിയാമല്ലോ, ഈ ആവശ്യക്കാരെന്ന് പറയുമ്പോൾ അത് വെളിനാട്ടിലുള്ള ആളുകളായിരിക്കാം, അന്യനാട്ടിലുള്ള ആളുകളായിരിക്കാം. അപ്പോൾ ഈ 3 ലക്ഷം എന്നൊക്കെ പറയുമ്പോൾ ഇത് ഈ പറയുന്ന പ്രസവിക്കുന്ന യുവതികളോട്, പെൺകുട്ടികളോട് പറയുന്ന തുകയാണ്. അതിനപ്പുറത്തേക്ക് ഒരു പക്ഷേ ഇവർക്ക് പണം കിട്ടിക്കാണും. അപ്പോൾ അങ്ങനെ വിൽപ്പന ഒരുപാട് നടന്നു എന്നൊക്കെയാണോ തോന്നുന്നത്? ഏകദേശം ഈ പെൺകുട്ടിയിൽ നിന്നുള്ള വിവരങ്ങളും പോലീസുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളും നോക്കുമ്പോൾ ആനിബാബു അക്കാര്യത്തിൽ എന്താണ് തോന്നുന്നത്?
തീർച്ചയായിട്ടും നടന്ന് കാണണം. നമ്മുടെ പോലീസ് മിടക്കരല്ല, അവര് കണ്ടുപിടിച്ചോളൂ എന്നാണ് എന്റെ ഞാൻ വിചാരിക്കുന്നത്. പിന്നെ നമ്മുടെ ഇവിടെ ആയിരക്കണക്കിന് ആൾക്കാർ നിയമപരമായിട്ട് തന്നെ പേര് രജിസ്റ്റർ ചെയ്തിട്ട് ബേബീസിനായിട്ട് വെയിറ്റ് ചെയ്യുന്നവരുണ്ട്. അപ്പൊ എനിക്കറിയാം, എന്നോട് തന്നെ പലരും ചോദിച്ചിട്ടുണ്ട് ഇവിടെ വരാറുണ്ടോ, പക്ഷെ നമുക്ക് അങ്ങനെ ചെയ്യത്തില്ലല്ലോ. അങ്ങനെ ഉണ്ടെങ്കിൽ അവർ ലീഗലായിട്ട് കൊണ്ടുപോകാൻ പോലും അവർക്ക് കുട്ടിയെ ഇതുവരെ കിട്ടിയില്ലെന്ന് പറഞ്ഞ് പലരും അവിടെ ഒന്ന് സങ്കടമൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യത്തിൽ അവരെ എല്ലാം കടത്തി വെട്ടിക്കൊണ്ട് ഇവര് തന്നെ ഒരു ശരിയല്ലല്ലോ. ഇത് തന്നെ ഇത് ആർക്കാ കൊടുക്കുന്ന, എന്താ കൊടുക്കുന്ന, കുട്ടി സേഫ് ആണോ? നിയമപരമായിട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഉറപ്പിക്കാം ആ കുട്ടി സേഫ് ആണെന്ന്. നിയമപരമല്ലാത്ത വഴിയിൽ ഇവര് കൊണ്ടുപോയി ഇന്നത്തെ കാലത്ത് എങ്ങനെ ആ കുട്ടി സേഫ് ആകും? നിയമപരമല്ലാതെ കൊണ്ടുവന്ന ഒരു കുട്ടി എങ്ങനെ സേഫ് ആകും? ആര്യബാബു, ഒരുപക്ഷെ ഒരു സാഹസികമായിട്ടുള്ള ഒരു രക്ഷപ്പെടലായിരുന്നു അല്ലേ ഈ കുട്ടിക്ക് സാധ്യമായത് ഈ സംഘത്തിൽ നിന്ന്? അതെ അതെ, തീർച്ചയായിട്ടും. അവര് സംസാരിച്ചത്, ഇവർക്ക് ഇംഗ്ലീഷ് അറിയില്ലെന്നാ. ഒരുവിധം ഇംഗ്ലീഷ് നമ്മൾ ബികോം വരെ പഠിച്ചതാണല്ലോ, ഒരുവിധം ഇംഗ്ലീഷ് പറയും. അപ്പൊ ഇവര് സംസാരിച്ചത് അവർക്ക് ഇംഗ്ലീഷിൽ പറഞ്ഞു ഇവർക്ക് ആരും ഇല്ലാത്തതാ, പ്രസവം കഴിയുമ്പോൾ നമുക്ക് ദുബായിക്ക് വിടാമെന്ന്. അങ്ങനെ പറഞ്ഞപ്പോ അവർക്ക് ഭയമായി. പിന്നെ അതിനു മുമ്പ് 2 ലക്ഷം അവര് 3 ലക്ഷം ആക്കി. അത് കഴിഞ്ഞപ്പോ ഈ ഫയല് കണ്ടു കഴിഞ്ഞപ്പോ അവർക്ക് ഭയങ്കര പേടിയായി. അന്നേരം പിന്നെ അവര് എഗ്രിമെന്റ് എടുത്ത് അതിനകത്ത് സൈൻ ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും അവൾ സൈൻ ചെയ്യത്തില്ലെന്ന് പറഞ്ഞു. അവർക്ക് കുഞ്ഞിനെ വേണം. അപ്പൊ അന്നേരം അവര് ഉപദ്രവിച്ചു. അത് കഴിഞ്ഞപ്പോൾ ഒരു തരത്തിൽ അവിടുന്ന് ബാത്റൂമിൽ കയറിയെന്ന് പറഞ്ഞു. ബാത്റൂമിൽ കയറി ഞല്ലിക്കട കാർ തൂവൊക്കെ ചെയ്തതായിരുന്നു പറഞ്ഞു. കാർ തൂവി. പിന്നെ അത് കഴിഞ്ഞ് പുറത്തിറങ്ങി ഞാനിപ്പോ പോലീസിനെ വിളിക്കാന്നൊക്കെ പറഞ്ഞപ്പോഴത്തേനും അവര് ബാഗ് കൊടുത്തിട്ട് നീ പൊക്കോളാൻ പറഞ്ഞു. അങ്ങനെ ഒരു സാഹചര്യത്തിൽ അവള് വഴി നിന്ന് കരഞ്ഞ് കുറച്ച് സ്ത്രീകളൊക്കെ കൂടി അവരും പിന്നെ അംഗൻവാടി ടീച്ചർ ഇവിടെ ഉണ്ടായിരുന്നു പറഞ്ഞു. അവരൊക്കെ ഇവിടെ കൂടിയാണ് പോലീസിനെ വിളിച്ചത്. ആര്യബാബു, മടങ്ങിയെത്താം. അവിടുത്തെ പഞ്ചായത്ത് മെമ്പറുടെ പ്രതികരണം കൂടി നമുക്ക് ചോദിക്കാം. ശ്രീ പരീക്കുച്ച്, താങ്കൾ മനസ്സിലാക്കുമ്പോൾ ആ തീക്കോയിൽ പോലെയുള്ള ഒരു ഗ്രാമപ്രദേശത്താണ് ഇത് സംഭവിക്കുന്നത്. ആ പ്രദേശത്ത് തന്നെ ഈ സംഘം, മാഫിയ സംഘം തിരഞ്ഞെടുത്തു. അവിടെയുള്ള പോലീസുമായിട്ട് ബന്ധപ്പെട്ടും ഈ പ്രവർത്തിച്ച കേന്ദ്രത്തിൽ നിന്നൊക്കെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ അവിടുത്തെ ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ എന്താണ്, ഒരുപാട് പേരെ കബളിപ്പിക്കപ്പെടുത്തിയിട്ടുണ്ടോ അല്ലെങ്കിൽ വലയിൽ പെടുത്തിയിട്ടുണ്ടോ, ഒരുപാട് പണം തട്ടിയിട്ടുണ്ടോ, ഇവരെ കൂടാതെ ഒരുപാട് സംഘങ്ങൾക്ക് ഇതിൽ ബന്ധമുണ്ടോ? എന്താണ് പരീക്കൊച്ചിന് കാര്യങ്ങൾ ഇങ്ങനെ കേൾക്കുമ്പോഴും കാണുമ്പോഴും മനസ്സിലാകുന്നത്? ഇത് ആദ്യം തൊട്ടുള്ള ഒരു സംഭവം തന്നെ ഞാൻ വിശദീകരിക്കാം. അതുപോലെ തന്നെ ഒരു ഞടുക്കത്തോടു കൂടി തന്നെയാണ്. കേൾക്കാമോ? കേൾക്കാം. വളരെ ഞടുക്കത്തിക്കൂടി തന്നെയാണ് ഞങ്ങൾ ഈ സംഭവം കേൾക്കുന്നത്. കാരണം ഒരു ഗ്രാമം, ഈ പറഞ്ഞ പോലെ ഉഗ്രാമം എന്ന് പറഞ്ഞാൽ തോട്ടത്തിന്റെ നടുക്കുള്ള ഒരു വീടാണിത്. അത് ഞായറാഴ്ച ഒരു 12:30 ആയപ്പോൾ ഒരു സ്ത്രീ കരഞ്ഞുകൊണ്ട് വരുന്നെന്നും പറഞ്ഞ് നമ്മുടെ എന്റെ ഒരു സുഹൃത്ത്, ശ്രീജിത്ത് എന്ന് പറഞ്ഞ സുഹൃത്ത് വിളിക്കുകയാണ് ഉണ്ടായത്. ഉടൻ തന്നെ ഞാൻ അവിടെയുള്ള ആശാ വർക്കറോടും അംഗൻവാടി ടീച്ചറിനോടും പോയി വിവരങ്ങൾ അന്വേഷിക്കാൻ പറഞ്ഞു. ആശാ വർക്കറും വരുന്നതിന് മുമ്പ് തന്നെ, അതിനു മുമ്പ് അംഗൻവാടി ടീച്ചറിന്റെ ഭർത്താവ് ഈ കൊച്ചു കരഞ്ഞോണ്ട് വരുന്ന കണ്ടായിരുന്നു. അത് അംഗൻവാടി ടീച്ചറിന്റെ ഈ ഭർത്താവ് പോയി അംഗൻവാടി ടീച്ചറിന്റെ വീട്ടിൽ വരികയും അവിടെ അടുത്തുള്ള, അന്നേരത്തേക്ക് ഈ മെയിൻ റോഡിനോട് അടുത്ത ഒരു വീട്ടിലേക്ക് ഈ പെങ്കൊച്ചെത്തി. ആ വീട്ടിൽ ഞാൻ അടുത്ത് തന്നെ എന്നെ വിളിച്ച എന്റെ സുഹൃത്തിനോട് പറഞ്ഞു, ആ വീട്ടിൽ കയറ്റിയിരുത്തുക, ബാക്കിയുള്ള ആൾക്കാർ വന്നിട്ടേ വിടാവുള്ളൂ, ഒരു കാരണവശാലും ആ കൊച്ചിനെ വിടരുത്, 22 വയസ്സല്ലേ ഉള്ളൂ. ഉടൻ തന്നെ ആ ശ്രീജിത്ത് എന്ന് പറഞ്ഞ ആള് അടുത്ത വീട്ടിൽ ഇരുത്തി കഴിഞ്ഞ് ഇരാറ്റുപേട്ട പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു. ഇരാറ്റുപേട്ട പോലീസ് സ്റ്റേഷനിൽ വിളിച്ചപ്പോൾ അവിടുന്ന് പോലീസുകാര് കുറവല്ലേ. പോലീസ് എന്തെന്നിരുന്നാലും ഒരു കാര്യം എടുത്തു പറയാതിരിക്കില്ല, പോലീസിന്റെ സമയോചിതമായ ഇടപെടൽ കൊണ്ടാണ് ഇവർ രക്ഷപ്പെടാതെ ഇരുന്നത്. അത് നമ്മൾ തീർച്ചയായിട്ടും നമ്മുടെ കേരള പോലീസിനെ അഭിനന്ദിച്ചേ പറ്റുള്ളൂ. അതുപോലെ തന്നെ ഇത് വന്നു, DSP ആയിട്ട് ബന്ധപ്പെടുന്നു. ഉടൻ തന്നെ പോലീസ് വരുമ്പോൾ വനിതാ പോലീസ് ഇല്ലാതെ പോലീസ് SI വന്നു കഴിഞ്ഞു. അത് കഴിഞ്ഞ് നമ്മുടെ അംഗൻവാടി ടീച്ചറിനോട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യ്, ഈ കൊച്ചിന് കൊണ്ടേ ഭക്ഷണവും വെള്ളവും കൊടുക്കുക. അത് കഴിഞ്ഞ് വനിതാ പോലീസ് ഇങ്ങനെ ഒരു കേന്ദ്രം അവിടെ ഇത്രയും നാളും പ്രവർത്തിച്ചു എന്നതിനെ സംബന്ധിച്ച് ആർക്കും ഒരു സംശയമില്ലായിരുന്നോ? ആരും അന്വേഷിച്ചില്ലേ? ഈ മാസം 1-ാം തീയതി 27 ദിവസമായതുള്ളൂ അവരവിടെ വാടകയ്ക്ക് വന്നിട്ട്. അതിനു മുമ്പ് അതിനു മുമ്പ് 6 മാസക്കാലം ഇരാറ്റുപേട്ടയില് നടക്കപ്പാത്ത താമസിച്ചെന്ന് പറയുന്നു. പക്ഷെ 27 ദിവസം. ആരുടെ ഉടമസ്ഥതയിലുള്ള കേന്ദ്രമാണ്? കുന്നക്കാട് ജോസ് എന്ന വ്യക്തിയുടെ ഉടമസ്ഥതയിലുള്ള പുരയിടമാണ്.
അപ്പോൾ അവിടെ വാടകയ്ക്ക് വരുമ്പോൾ എന്താണ് പറഞ്ഞത്? സാധാരണ വാടകക്കാരുടെ അടുത്ത് പറയുമല്ലോ, അവർ അന്വേഷിക്കുമല്ലോ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ. അത് വാടകയ്ക്ക് എന്ന് പറഞ്ഞാൽ കുന്നക്കാട് ജോസിന്റെ ഒരു സുഹൃത്തായ ഓടി ബേബി എന്ന് പറയുന്ന ഒരു ബ്രോക്കറാണ് ഇവരെ കൊണ്ടുവന്ന് അവിടെ വാടകയ്ക്ക് ഇടപാടാക്കി കൊടുത്തത്. 25,000 രൂപ സെക്യൂരിറ്റിയും കൊടുത്തിട്ടുണ്ട്. അപ്പോ ഒരുപാട് പേരെ നമ്മളെ സംശയിച്ചുള്ള, നേരത്തെ ആനി ബാബു പറഞ്ഞതുപോലെ ഒരുപാട് പേര് ഒരുപക്ഷെ കെണിയിൽ പെട്ടേക്കാമെന്ന് സംശയമുണ്ട്. അവിടെ ഒരുപാട് ഫയലുകളുണ്ട്, പല പെൺകുട്ടികളുടെയും പേരുകളുണ്ട്. ഇപ്പോൾ പലരുമായിട്ടും കണക്ഷൻ ഉണ്ടാകാം. അപ്പോൾ ഈ രണ്ട് പിടിയിലായിട്ടുള്ള ആളുകൾക്ക് അപ്പുറത്തേക്ക് ഒരു നെറ്റ്വർക്ക് ഉണ്ട് എന്ന് അങ്ങേക്കും സംശയമുണ്ടോ? ഉണ്ട്, തീർച്ചയായും. ഇതെല്ലാം ഏറ്റവും താഴേക്കടലുള്ള ഒരു കണ്ണിയാണ്. ഇപ്പം മാക്സിമം ഇപ്പം കൊല്ലത്തുനിന്ന് പിടിച്ചതിന് ആ കൊച്ചെന്നും പറഞ്ഞ് അതിന്റെ ആ സ്ത്രീ ഇതിന്റെ മാക്സിമം പോയ 2-3 സ്റ്റെപ്പ് കൂടെ ഉള്ളൂ. ഇതിന്റെ മുകളിൽ വലിയ ഒരു ശൃംഖല തന്നെ ഉണ്ട് എന്ന് തന്നെയാണ് ഞാൻ ഇതിനകത്ത് ഈ എന്റെ ഈ ചെറിയ മീനുകൾ പോരാ, ഇതിന്റെ യഥാർത്ഥ ഇതിനകത്തുള്ള ആൾക്കാരെ തെരഞ്ഞു പിടിച്ച് ഇവരെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരണം. കാരണം ഈ കുഞ്ഞുങ്ങൾ പരീക്കൊച്ച് എനിക്ക് തോന്നിയ ഒരു സാമാന്യ യുക്തി പ്രകാരം തോന്നുന്നു, ഈ ഗർഭിണികളോട് പറയുന്നത് 3 ലക്ഷം അല്ലെ 2 ലക്ഷം. അപ്പോൾ ഇവർക്ക് ഇടനിലക്കാർക്ക് ഇപ്പോൾ വലിയ രീതിയിൽ ഇവർ പണം തട്ടിയിട്ടുണ്ട്, വലിയ മാഫിയ കാണും. അപ്പോൾ ഡിപ്പോസിറ്റ് മുടക്കാനുള്ള പണം മാത്രമല്ല, പ്രസവശേഷം ഇവരെ ദുബായിലേക്ക് കയറ്റി അയക്കാമെന്ന് വാഗ്ദാനം നൽകുകയും ചെയ്യുന്നു. അപ്പോൾ ഇതിനൊക്കെ ഒരു വലിയ എമൗണ്ട് വേണം. എമൗണ്ട് നൽകാൻ എന്തായാലും രണ്ടുപേർ വിചാരിച്ചാൽ മാത്രം നടക്കുമെന്ന് തോന്നുന്നുണ്ടോ? ഇല്ല, രണ്ടുപേരെ ഇതിന്റെ വലിയ ഗ്യാങ്ങുകൾ ഇതിന്റെ പിന്നിലുണ്ടെന്ന് തന്നെയാണ് എന്റെ പരമായ സംശയം. ഞാൻ മടങ്ങിയെത്താം. ആനി ബാബു, കേട്ടുവല്ലോ. അപ്പോൾ നമ്മൾ ഈ ചില അവയവ കടത്ത് സംഘത്തെക്കുറിച്ചൊക്കെ കേരളം സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. പല രീതിയിലാണ് തട്ടിപ്പുകൾ, പണം സമ്പാദനത്തിന് ഏത് വഴിയും തേടുകയാണ്. അപ്പോൾ അവയവ കടത്ത് സംഘത്തിൽ ചെന്നെത്തുന്നത് എവിടെയാണ്? വലിയ വൻകിട സ്ഥാപനങ്ങളിലേക്കൊക്കെയാണ് അതിൻ്റെ കണ്ണികൾ പോകുന്നത്. അപ്പോൾ ഈ ഗർഭിണികളെ എത്തിച്ച് പ്രസവം നടത്തി അവരെ കുട്ടിയെടുത്ത ശേഷം, അത് കേരളത്തിലാണ് നടക്കുന്നത്. കേരളത്തിൽ നമുക്കറിയാം പഴുതടച്ചിട്ടുള്ള സുരക്ഷാ സംവിധാനങ്ങളും നിയമാവലിയും നിലനിൽക്കുന്ന ഒരു സംസ്ഥാനമാണ്. എല്ലായിടത്തും ഉണ്ടെങ്കിലും ഇവിടെ കുറച്ചുകൂടി നമ്മൾ അതിനെയൊക്കെ തന്നെ ശ്രദ്ധിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സംവിധാനത്തിൽ നിന്നുകൊണ്ടാണ് ഇത്തരത്തിലൊരു സംഘം പ്രവർത്തിച്ചത് ഇത്രയും ദിവസം. അപ്പോൾ ഇതിൻ്റെ കണ്ണികൾ പ്രബലരായിട്ടുള്ള സംഘം പിന്നിലുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. അല്ലെങ്കിൽ എനിക്ക് മനസ്സിലായിട്ടുള്ള അവിടെ വന്ന ചെറുപ്പക്കാര് പഠിക്കുന്ന കുട്ടികളാണെന്നാണ് ഇവള് പറഞ്ഞ എന്തുമാത്രം ശരിയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അവള് പറഞ്ഞതനുസരിച്ച് വേറൊരു സംസ്ഥാനത്ത് പഠിക്കുന്നവരാ ചെറുപ്പക്കാര്, എന്തോ പ്രൊഫഷണൽ കോഴ്സ് പഠിക്കുന്നവരാണെന്നാണ്. അതിന്റെ 2 കണ്ണികൾ അതിനകത്ത് ഉണ്ടായിരുന്ന 2 പേര്, അങ്ങനെ അവള് പറഞ്ഞിരുന്നു. അതിനകത്തൊക്കെ എന്തുമാത്രം വസ്തു ഉണ്ടെന്ന് കൂടി അന്വേഷിക്കട്ടെ. അതോടൊപ്പം ഇവർക്ക് കമ്മീഷൻ കൊടുക്കാന്ന് പറഞ്ഞിരുന്നു. ഇനി വേറെ ആൾക്കാരെ കൊണ്ടുവന്നാൽ ഇവർക്ക് കമ്മീഷൻ കൊടുക്കാം. ഇതെല്ലാം 3 ലക്ഷം രൂപ ആക്കിയോടുകൂടി ഇവളോട് പറഞ്ഞ കാര്യങ്ങളാണ്. കമ്മീഷൻ തരാം, ഗർഭിണികളായിട്ടുള്ളവരെ തുടർന്ന് എത്തിക്കുകയാണെങ്കിൽ ഇവർക്ക് കമ്മീഷൻ കൊടുക്കാമെന്ന്. അപ്പൊ അതിന്റെയൊക്കെ അർത്ഥം ഇതിന്റെ പിന്നിൽ നല്ല പ്രബലരായിട്ടുള്ളവരുണ്ടെന്ന് തന്നെയല്ലേ. അതുപോലെ ഇവര് ഈ വാടക വീട് എടുത്തോടത്ത് ഒരു ഫർണിച്ചറും ഇല്ല. അവർക്ക് കിടക്ക മാത്രമേ ഉള്ളൂ എല്ലാവർക്കും. അതുപോലെ ഭക്ഷണം കഴിക്കുന്ന പ്ലാസ്റ്റിക് പാത്രങ്ങളാണ്. അതായത് അവർ ഉടനെ തന്നെ അവിടുന്ന് പോകാവുന്ന ഒരു സാഹചര്യത്തില്ല. ഒരു ഫർണിച്ചർ കസേര പോലും ഇല്ലെന്നാണ് ഈ പെൺകുട്ടി പറയുന്നത്. ഒരു ഫർണിച്ചറും ആ വീട്ടിലില്ല. അപ്പൊ ഏത് സമയത്ത് അവർക്ക് അവിടുന്ന് മുങ്ങാം. അതുകൊണ്ടാ ഉടനെ പോലീസ് ഇടപെട്ടുകൊണ്ടാ അവരെ കിട്ടിയത് തന്നെ. അനുഭവം നമ്മളിതൊക്കെ സിനിമകളിലൊക്കെ ചിലപ്പോൾ കണ്ടിട്ടേ ഉള്ളൂ. നമ്മുടെ കേരളത്തിൽ സംഭവിക്കുന്നു എന്ന് പറയുമ്പോൾ ഒരു ഞെട്ടലാണ്. അപ്പോൾ ഇവരെ കൊണ്ടുവന്ന് ഈ കേന്ദ്രത്തിലേക്ക്, ഈ അസം ഈ യുവതിയെ കൊണ്ടുവന്ന് ഈ കേന്ദ്രത്തിൽ ഒരു ഗർഭകാലം എന്ന് പറയുമ്പോൾ അതിന് വേണ്ടത് അവർക്ക് ആരോഗ്യകരമായിട്ടുള്ള പരിചരണം വേണം, ചെക്കപ്പുകൾ വേണം. അപ്പോൾ ഇങ്ങനെയൊക്കെ നൽകുന്ന രീതി ഉണ്ടോ? എന്താണ് അവരെക്കുറിച്ച് കൂടുതലായി പറയുന്നത് ഈ പെൺകുട്ടി? 10 ദിവസം നിന്നുള്ളൂ. അതിനിടയ്ക്ക് അവിടെ ചെക്കപ്പ് ഒന്നും നടത്തിയില്ല. ഇവർ ആവശ്യപ്പെട്ടപ്പം അവിടെ ആയിരുന്നപ്പോൾ സ്കാൻ റിപ്പോർട്ട് അയച്ചു കൊടുക്കണമെന്ന് പറഞ്ഞു. അത് അവൾ അവിടുന്ന് അയച്ചു കൊടുത്തത് മാത്രമേ ഉള്ളൂ. അതിനുവേണ്ടി തന്നെ അവൾ പോയി സ്കാൻ ചെയ്തിരുന്നു, അതേ ഉള്ളൂ. അല്ലാണ്ട് ഇവിടെ അങ്ങനെയുള്ള പരിചരണങ്ങളെ പറ്റിയൊന്നും പെൺകുട്ടി പറഞ്ഞിട്ടില്ല. കാരണം അന്ന് അവിടെ ചെന്നപ്പോൾ 2 പേരുണ്ട്. ഒരാള് പ്രസവം കഴിഞ്ഞയാള്, മറ്റേ ആള് ഗർഭിണിയാ. അവളെ കൊണ്ടുപോയി സ്കാൻ ചെയ്തായിരുന്നു. പറഞ്ഞത് സ്കാൻ ചെയ്തപ്പോൾ കുട്ടിക്ക് എന്തോ കുഴപ്പമുണ്ട്, അതുകൊണ്ട് അവരെ പറഞ്ഞു വിടുകയും ചെയ്തു. ആ 2 സ്ത്രീകളെ അങ്ങനെ അവിടുന്ന് ഒഴിവാക്കിയായിരുന്നു. ഇനി അടുത്ത ആഴ്ച ഉത്തരാഖണ്ഡിൽ നിന്ന് വരുമെന്നൊക്കെ അവള് പറഞ്ഞിരുന്നു. അവര് പറഞ്ഞെന്ന് ഉത്തരാഖണ്ഡിൽ നിന്ന് ഒരു സ്ത്രീ വരുമെന്ന്. അപ്പോ ഇങ്ങനെ നിർബാധം പണമുണ്ടാക്കി കൊണ്ടിരുന്നു, വാങ്ങാൻ ആളുണ്ട്. നോക്കണം, ഈ കാളച്ചന്തയിൽ കാളകളൊക്കെ വിൽക്കുന്ന പോലെയാണ്. കുഞ്ഞുങ്ങളെ വിലപേശിയാണ്, മാതൃത്വത്തിന് വിലയിടുകയാണ്. അപ്പോൾ നിലവിലെ പോലീസിന്റെ അന്വേഷണമൊക്കെ നോക്കുമ്പോൾ ആനി ബാബുവിന് എന്താണ് തോന്നുന്നത്? തൃപ്തികരമാണോ?
തൃപ്തികരമാണ്. തീർച്ചയായിട്ടും പോലീസുകാരെല്ലാം പുറത്ത് പറഞ്ഞുകൊണ്ട് അവർക്ക് എല്ലാം വാർത്തയും പുറത്ത് വന്നു കഴിയുമ്പോഴത്തേനും അവർക്ക് അതിനകത്ത് ബുദ്ധിമുട്ടുണ്ട്. നമ്മുടെ പോലീസും എടുക്കല, കേരള പോലീസും എടുക്കലല്ല ഏത് കേസ് അവർ ദിവസങ്ങൾ കൊണ്ട് നമുക്കറിയാമല്ലോ. അപ്പം അതിനകത്ത് നല്ലൊരു ഫലം നമ്മൾ പ്രതീക്ഷിക്കുന്നു. തീർച്ചയായിട്ടും അങ്ങനെ പ്രതീക്ഷിക്കാം. ശരി, തീർച്ചയായും. അവസാനമായി ഷിനോജ്, കേട്ടുവല്ലോ, ഇവരൊക്കെ പറഞ്ഞ സാക്ഷികളായിട്ടുള്ള ആളുകളാണ്. ഇപ്പോൾ നിലവിലെ പോലീസിന്റെ അന്വേഷണം ശരിയായ രീതിയിലാണോ? സ്ഥിരമായിട്ട് ഈ കാര്യങ്ങൾ ഫോളോ അപ്പ് ഉണ്ടാകുന്നുണ്ടോ? ഈ നെറ്റ്വർക്ക് എവിടേക്കാണ് ഇതിൻ്റെ നെറ്റ്വർക്ക് ഉള്ളത്? ഇപ്പോൾ മറ്റ് സംസ്ഥാനങ്ങളിലെ കാര്യം പറയുന്നു, ഉത്തരാഖണ്ഡിൽ നിന്ന് ഒരാൾ വരുമെന്ന് പറയുന്നു. അവിടുത്തെ ഫയലുകൾ ആ പെൺകുട്ടി തന്നെ കണ്ടതാണ്. ഒരുപാട് പേരുടെ പേരുകൾ ആ ഫയലുകൾ ഉണ്ട് എന്ന് പറയുന്നു. പോലീസിന് ഇതൊക്കെ പിടിച്ചെടുക്കാൻ കഴിഞ്ഞു. ഇവരുടെ മറ്റ് മൊബൈൽ രേഖകൾ ഇവരാരുമായിട്ടൊക്കെ സ്ഥിരം ബന്ധപ്പെട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ പോലീസിൻ്റെ ഇപ്പോൾ അറസ്റ്റ് ചെയ്ത ആളുകളെ അവരെ കസ്റ്റഡിയിൽ വാങ്ങിയുള്ള തെളിവെടുപ്പ്, മറ്റ് കാര്യങ്ങൾ നേരത്തെ പറഞ്ഞുവല്ലോ, അവിടെ ബാംഗ്ലൂരുവിൽ ബന്ധമുണ്ടായിരുന്ന ആളുകൾ. അപ്പോൾ ഈ ചാറ്റ് വിവരങ്ങൾ ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് എന്തൊക്കെ പരിശോധനയും പുരോഗതിയും ഈ അന്വേഷണത്തിൽ ഉണ്ടാകുന്നുണ്ട്. കേരളം ഞെട്ടിയ ഒരു റിപ്പോർട്ടാണ് നമ്മൾ പുറത്തേക്ക് വിട്ടത് അന്ന്. പോലീസ് അവരുടെ അന്വേഷണം അവരുടേതായ രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട്. പ്രത്യേകിച്ച് നിലവിൽ ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന വിവരങ്ങൾ, ഈ പറയുന്ന ഫയൽ പോലീസിന് ലഭിച്ചിട്ടുണ്ടോ എന്ന് സംബന്ധിച്ച് ഇപ്പോഴും ഒരു വ്യക്തതയില്ല. അതിൽ ഒരുപാട് സ്ത്രീകളുടെയൊക്കെ തന്നെ ചിത്രങ്ങളും കുട്ടികളുടെയൊക്കെ തന്നെ ചിത്രങ്ങളും ഒക്കെ തന്നെ ഉണ്ട് എന്നാണ് ഈ അനിബാബു ഒക്കെ തന്നെ പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ ഒരു ഫയൽ അവർക്ക് കിട്ടിയിട്ടുണ്ടോ എന്ന് സംബന്ധിച്ച കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തതയില്ല. എന്തായാലും ഈ കൂടുതൽ ചോദ്യം ചെയ്യൽ മാത്രമേ, പ്രത്യേകിച്ച് സാമ്പത്തിക ഇടപാടുകൾ കൂടുതൽ പരിശോധിച്ചാൽ മാത്രമേ ഇതിൽ എത്രത്തോളം കണ്ണുകളുണ്ട് എന്ന് സംബന്ധിച്ച് നമുക്ക് വ്യക്തമാകും. കാരണം ഈ അസം സ്വദേശിയായിട്ടുള്ള പെൺകുട്ടി, 22 വയസ്സുള്ള പെൺകുട്ടി, ആദ്യം അർഷിവ് കെയർ എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റാഗ്രാം ഐഡിയിലേക്കാണ് ആദ്യം ഇത്തരത്തിൽ മെസ്സേജ് അയക്കുന്നത്. താൻ ഗർഭിണിയാണ്, വീട്ടിൽ നിന്ന് പുറത്താക്കപ്പെട്ട ആളാണ്, ഏതെങ്കിലും തരത്തിൽ ഈ കുട്ടിയെ സംരക്ഷിക്കുന്നതിന് വേണ്ടി എന്തെങ്കിലും NGO ഏതെങ്കിലും സഹായമുണ്ടോ എന്ന് അന്വേഷിച്ചുകൊണ്ട് അർഷിവ് കെയർ എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റാഗ്രാം ഐഡിയിലേക്കാണ് അവർ ആദ്യം മെസ്സേജ് അയക്കുന്നത്. ആദ്യം മെസ്സേജ് അയക്കുന്ന സമയത്ത് തിരിച്ച് റിപ്ലൈ കൊടുക്കുന്നത് ഒരു പെൺകുട്ടിയാണ്, ഒരു സ്ത്രീയാണ്. അതായത് ഒരുപക്ഷെ കഴിഞ്ഞ ദിവസം കൊല്ലത്തുനിന്ന് പിടിയിലായ അനീനയാകാം പ്രതി എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിനുശേഷം ഇതേ ഇൻസ്റ്റാഗ്രാം ഐഡി തന്നെ ഇവരുടെ ഫോൺ നമ്പർ, വാട്സപ്പ് നമ്പർ വാങ്ങുന്നു. വാട്സപ്പിലാണ് പിന്നീടുള്ള കാര്യങ്ങളൊക്കെ തന്നെ അതിൻ്റെ കമ്മ്യൂണിക്കേഷനൊക്കെ തന്നെ നടക്കുന്നത്. ആ സമയത്ത് അതൊക്കെ തന്നെ നടത്തുന്നത് ഒരു പുരുഷനാണ്, അതായത് പ്രതിയായിട്ടുള്ള അർജുനാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് ഇതിനപ്പുറത്തേക്ക് മറ്റാരെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ കണ്ണികൾ ഉണ്ടോ എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിനൊപ്പം തന്നെ എത്രത്തോളം കുട്ടികളെ ഇവർ കഴിഞ്ഞ ഒരു 6-7 മാസം കൊണ്ട് കേരളത്തിൽ എത്തിച്ച് ഇത്തരത്തിൽ വിൽപ്പന നടത്തിയിട്ടുണ്ട്, എത്രത്തോളം ഗർഭിണികളെ ഇവിടേക്ക് എത്തിച്ചിട്ടുണ്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ കൂടുതൽ അന്വേഷണത്തിൽ മാത്രമേ വ്യക്തമാവുകയുള്ളൂ. എന്തായാലും ഒരു കാര്യം വ്യക്തമാണ്, ആരും അന്വേഷിച്ച് പോകാത്ത, ആരും കേസുമായി ഒന്നും തന്നെ മുന്നോട്ട് പോകാത്ത ഇതര സംസ്ഥാനക്കാരായ ഗർഭിണികളെ ഒക്കെയാണ് ഇത്തരത്തിൽ ഈ സംഘം ഇതിനെ വലയിലാക്കിയിരുന്നത്. മാത്രമല്ല ആദ്യഘട്ടത്തിൽ തന്നെ ഇവരുടെ ഈ ചാറ്റ് വായിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, ആദ്യം ഇവരുടെ ഒരു ഓപ്പറേഷൻ, ഒരു മോഡസ് ഓപ്പറാൻഡി എന്ന് പറയുന്നത്, ആദ്യം ഇവരുടെ സ്കാനിങ് റിപ്പോർട്ട് ഇവർ അയച്ചു വാങ്ങും. ആ സ്കാനിങ് റിപ്പോർട്ട് പരിശോധിച്ച ശേഷം ഈ കൊച്ചിന് എന്തെങ്കിലും തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഒക്കെ ഉണ്ടെങ്കിൽ തന്നെ ഇവർ ഇതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകില്ല. പൂർണ്ണ ആരോഗ്യമുള്ള കൊച്ചിനെ മാത്രമേ, അത് ഉണ്ടെങ്കിൽ മാത്രമേ ഇവർ അവിടെ സംരക്ഷിക്കുകയുള്ളൂ. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെ മുന്നോട്ട് പോവുകയുള്ളൂ. അങ്ങനെ തീർത്തും പൂർണ്ണമായും ഒരു കച്ചവടം, നമ്മൾ നേരത്തെ പ്രതീക്ഷ സൂചിപ്പിച്ചതുപോലെ നമ്മൾ ഈ കാളച്ചന്തയിലൊക്കെ നടക്കുന്ന തരത്തിലുള്ള ഒരു കച്ചവടമാണ് തീക്കോയി കേന്ദ്രീകരിച്ച് ഇത്തരത്തിൽ നടന്നു വന്നത്. അത് ഈ അസം സ്വദേശിനി ഏതെങ്കിലും ഒരു തരത്തിൽ ഒരു നിമിത്തമായി, ആ സംഘത്തിന് പൂട്ട് വീഴാൻ അവർ നിമിത്തമായി എന്ന് മാത്രമേ ഉള്ളൂ. എന്തായാലും അന്വേഷണം അതിൻ്റെ രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട്. തൊടുപുഴ കേന്ദ്രീകരിച്ച് 6 മാസം പറഞ്ഞതാണ് ഞാൻ രണ്ടും എടുത്ത് പ്രേക്ഷകരോട് പറയുന്നത്. ഒരു നിമിത്തം പല കേസുകളിലും നമ്മൾ കണ്ടിട്ടുണ്ട്, പല കേസുകളിലും ഒരു നിമിത്തം അവിടെ സംഭവിക്കുക. അതുപോലെയാണ് ഈ അസം പെൺകുട്ടിയുടെ വരവും. അങ്ങനെ ആ ഒരു ചെയിൻ ബ്രേക്ക് ചെയ്യാൻ ഈ പെൺകുട്ടിക്ക് കഴിഞ്ഞു എന്നുള്ളതാണ്. നമ്മുടെ കേരള പോലീസ് മിടുക്കന്മാരായ ഉദ്യോഗസ്ഥരുള്ള ഒരു സേനയാണ്. ആ സേന അന്വേഷണം നടത്തുമ്പോൾ ഇതിൻ്റെ 1-2 കണ്ണികൾ മാത്രം ആകരുത്, ഇതിൻ്റെ സോഴ്സ് എവിടെയാണെന്ന് കണ്ടെത്തി ആ മാഫിയ സംഘത്തെ കൂടി ബ്രേക്ക് ചെയ്യാൻ കഴിയണം. എത്ര കുഞ്ഞുങ്ങളെ വിറ്റു, എത്ര വിൽപ്പന, ആരൊക്കെ വാങ്ങി എന്നടക്കമുള്ള കാര്യങ്ങൾ കൂടി പുറത്തേക്ക് വരണം. കേരളത്തിലാണിത് സംഭവിക്കുന്നത് എന്നാണ് ഞെട്ടൽ. വളരെയധികം നന്ദി. നേരത്തെ പ്രതികരിച്ച പഞ്ചായത്ത് മെമ്പർ പരീക്കുച്ചനും ഒപ്പം തന്നെ അനിബാബു, സാന്ത്വനം ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ ഡയറക്ടറാണ്, സാന്ത്വനമേകിയ വ്യക്തിയാണ്. വളരെയധികം നന്ദി. ഇടവേളയ്ക്ക് ശേഷം